ബൂത്ത് ഓപ്പൺ ബോട്ട് ചെയ്യുന്ന ലിസ്റ്റ് നമ്മൾ തലേന്ന് എടുത്തു വെക്കും. ആ തലേന്ന് എടുത്തു വെക്കുന്ന ലിസ്റ്റ് എടുത്തു വെക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരെ തീരുമാനിക്കും ആരൊക്കെ ഓപ്പൺ ബോട്ട് ചെയ്യണം, എത്ര ബോട്ട് ഉണ്ട് എന്നുള്ളത്. ആ രൂപത്തിൽ ഒരാളെ ഓപ്പൺ ബോട്ട് ഞാൻ ചെയ്യേണ്ടത് തീരുമാനിച്ച് വെച്ച് ഞാൻ അയാളെ എൻ്റെ അതേ പേരായിപ്പോയി, അബ്ദുസമദ് എന്നുള്ള ഒരാളാണ്, അയാൾ രോഗിയാണ്. അപ്പോൾ അയാളടുത്ത് ഓപ്പൺ ബോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ലിസ്റ്റ് ഞാൻ എൻ്റെ പേസിലിട്ടു. ആ പേസിലിട്ട സമയത്ത് ഉച്ചക്ക് അവിടെ ആളില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ എൻ്റെ വോട്ട് ചെയ്യാൻ വേണ്ടി പോയി. തലനോജ് ബൈറ്റ്. പിന്നെ ആ സമയത്ത് തിരക്കില്ല, കള്ളവോട്ട് ചെയ്യാൻ പറ്റിയ സമയമല്ല. അതുകൊണ്ട് തന്നെ ഏത് പൊട്ടന്മാർക്കും അറിയാം. കാരണം ഞാനവിടെ അറിയപ്പെടുന്ന ഒരു ബൂത്ത് ഏജന്റാണ്, ഒരു പ്രവർത്തകനാണ്, എല്ലാവർക്കും സമ്മതാരാന്ന് അറിയാം. അപ്പോൾ അങ്ങനെ എനിക്ക് കള്ളവോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവില്ല, ഞാൻ കരുതി കൂടി ചെയ്യൂല. പക്ഷേ കഷ്ടകാലത്തിന് ഞാൻ ആ സ്ലിപ്പ് എടുത്തത് ഈ അബ്ദുസമദ് എന്നുള്ള ആളുടെ ഞാൻ ഓപ്പൺ ചെയ്യാൻ പറ്റിയ തീരുമാനിച്ച ആളെ സ്ലിപ്പ് എടുത്തു. ഞാനത് ഓഫീസർക്ക് കൊടുത്തു. ഓഫീസർ കൊടുത്തപ്പോൾ തന്നെ നമ്മളെ ബൂത്ത് ഏജന്റ് സമത തന്റെ സ്ലിപ്പല്ല എന്ന് പറഞ്ഞ്, അപ്പോൾ അത് നമ്മളെ ബൂത്ത് ഏജന്റ് ആദ്യം തന്നെ പറഞ്ഞത്. പിന്നെ അത് പിന്നെ അൻവറിന്റെ അപരമായതുകൊണ്ട് അംഗബലം കൂടുതലാണ്, ഓരത് വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റി. അതിൽ ഇഷ്യൂ ആക്കി മാറ്റുന്ന ഒരാൾ മാത്രം ഒരു മസിൽ പിടിച്ച് വാശി പിടിച്ചു. നേതാക്കന്മാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഓർക്ക് കിട്ടിയൊരു അവസരമാണ് കള്ളവോട്ട് എന്നുള്ള നിലക്ക്, കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി ആൾ വന്നു എന്നുള്ള നിലക്കുള്ളൊരു അവസരമാക്കി അത് മുതലെടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അതിന്റെ രൂപത്തിൽ പിന്നീട് ഞാൻ 2 മണിക്കൂറോളം അവിടെ ബൂത്തിൽ ഇരുന്നുണ്ട്. അതിന്റെ സമയത്താണ് പിന്നെ അവിടുന്ന് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട്, പോലീസ് ഓഫീസർ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പ്രിസൈഡിംഗ് ഓഫീസറുടെ പരാതി പ്രകാരം നിങ്ങളെ കൂടെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ കൂടെ പോയി, വണ്ടി പോയി. പിന്നെ തീർച്ചയായിട്ടും അടിസ്ഥാനമില്ല എന്ന് ഓർക്കും ബോധ്യപ്പെട്ടുണ്ടാവണം, അതാണല്ലോ. കാരണം ഓർക്കിത് നാട്ടിൽ അന്വേഷിച്ചറിയാം സമുദായരാന്നുള്ളത്. പിന്നെ ഉച്ച സമയത്ത് ആള് കുറഞ്ഞ സമയത്ത് ഒരു കള്ളവോട്ട് ചെയ്യാൻ എന്തായാലും പോവില്ല, തിരക്കുള്ള സമയത്തൊക്കെ കള്ളവോട്ട് ചെയ്യാൻ പോവുക. പിന്നെ ഞാൻ അങ്ങനെ ഒരാളും അല്ല. അത് അവരെ പ്രവർത്തകർ അവിടെ ഇരുന്നതിൽ 2-3 ആൾ തന്നെ അഭിപ്രായം പറയുന്നുണ്ട്. ഓല് എന്നോടിപ്പം ഈ സ്റ്റേഷനിൽ ഇറങ്ങി വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ക്ഷമിക്കണം, അതിങ്ങനെ മറ്റാളെ വലിയ വാശിയാണ്, നമുക്ക് നിങ്ങളെ കുറിച്ച് അറിയാലോ. ഇത് ഓരോ ഇടയിലുള്ള ബൂത്ത് ഏജന്റുമാർ തന്നെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും അതൊരു കിട്ടിയ അവസരം ഓല് മുതലാക്കി എന്നേ ഉള്ളൂ. സത്യാവസ്ഥ ഞാൻ വോട്ട് ചെയ്തു. അതിന്റെ ഒരു ചിരകാല അഭിലാഷമാണ്. കാരണം ഞാൻ നാട്ടിൽ സാമൂഹ്യ പ്രവർത്തകനും ഇത്രയും ഊണ് ഉറക്കുകഴിഞ്ഞ് ഞാൻ 2 മണി 3 മണിക്കൊക്കെയാണ് പോയി കിടക്കാറ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം. അപ്പം ഞാൻ ഈ നാട്ടുകാരെ കൊണ്ടൊക്കെ വോട്ട് ചെയ്യാൻ പറയിച്ചിട്ട് എന്റെ വോട്ട് അസാധുവാകുക എന്ന് പറഞ്ഞാൽ അതൊരു ശരിയല്ല. ഞാൻ നേതാക്കന്മാരൊക്കെ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് വോട്ട് ചെയ്യണം. പിന്നെ ഏതൊരു ചാനൽ പറഞ്ഞു ഞാൻ 14 ദിവസം റിമാൻഡിലാന്നൊക്കെ. അപ്പോൾ അതും കൂടി അറിഞ്ഞോട്ടെ അവര്. ഞാനിപ്പം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു സത്യാവസ്ഥ എന്നോട് കൂടി ഒന്ന് അന്വേഷിക്കായിരുന്നു. ഈ ചാനലുകാർ ഇത് പറയുമ്പം എന്താണ് എന്നുള്ള വിഷയം ഒരു ചാനലുകാരും എൻ്റെ അടുത്ത് ഒന്നും അന്വേഷിച്ചില്ല. ആ ഒരു പരാതി എനിക്കുണ്ട്.